star singer. അഭിലാഷ്, അമ്പിളി ഓണസ്റ്റ്ലി ഒരു മലയാളം സിനിമയുടെ വിഷ്വൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര അഭിനയമാണല്ലോ അഭിലാഷ്. പ്രാക്ടീസ് ആണോ? പ്രാക്ടീസ് ഉണ്ടോ? ഇന്നൊരു ദിവസം കൂടെ പ്രാക്ടീസ് ചെയ്താ ഇത്ര കോപ്പിച്ച്. അല്ല, ഞാൻ പറഞ്ഞ റിയൽ ലൈഫിൽ ഇതായിരുന്നു പണിയെന്ന്. ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പ്രേമം സനോ അമ്പിളിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല അല്ലേ, ഇത് ആദ്യത്തെ പ്രാവശ്യം. എന്തായാലും വിഷ്വലി ഇറ്റ് വാസ് വെരി പ്ലീസിങ്. പക്ഷേ കേൾക്കാൻ ഉണ്ടായിരുന്നത് നമുക്ക് നമ്മുടെ ജഡ്ജസിൽ തന്നെ ആയിരിക്കും. പക്ഷേ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് കൽപ്പന ചേച്ചി. കൽപ്പന ചേച്ചിക്ക് എങ്ങനെ തോന്നി അബിന്റെയും അമ്പിളിയുടെയും പെർഫോമൻസ്? അസാധ്യമായ നല്ല സെറ്റ് പ്രോപ്പർട്ടീസ് നന്നായിട്ട് യൂസ് ചെയ്യും. പാലക്കാട് പനയൂരൊക്കെ ഒരു ഗ്രാമത്തിൽ ചെന്നൊരു ഫീലിങ്. പിന്നെ സെക്കൻഡ്, നിങ്ങളുടെ കോസ്റ്റ്യൂംസ് വളരെ ചേർച്ചയുള്ള കോസ്റ്റ്യൂമാണ്. അമ്പിളി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇത്തരം നല്ല വൈറ്റ് ഇടുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഇടണം. റെഡ്, ഗ്രീന്, അത് ശ്രദ്ധിക്കണം. കാരണം ടോട്ടൽ ലൈറ്റായി പോവും. പിന്നെ മേക്കപ്പ് എല്ലാം നന്നായിരുന്നു. കോസ്റ്റ്യൂം, എനിക്ക് ഓർണമെന്റ്സിൽ മാത്രമേ ഒരു ഒബ്ജക്ഷൻ ഉള്ളൂ. സെറ്റ് നന്നായി, നിങ്ങളുടെ പെർഫോമൻസും നന്നായി. നല്ല വോയിസ് അഭിലാഷിൻ്റെ, അസാധ്യ വോയിസ്. അതിനെ മാച്ച് ചെയ്യുന്ന ശബ്ദവും അമ്പിളിയുടെയും. ഇച്ചിരി സ്വല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് ആഞ്ഞ് വിടുന്നതും ഒക്കെ കണ്ട് നന്നായി. ചുമ്മാ രഞ്ജനി ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എനിവേ ഈ ടോട്ടൽ സെറ്റും നിങ്ങളുടെ ഈ പെർഫോമൻസും സോങ് സെലക്ഷൻ സൂപ്പർ. നല്ല സോങ്, നന്നായി. നിങ്ങൾ തന്നെ നിങ്ങളുടെ പിക്ചറൈസേഷനും സൂപ്പർ. ഗുഡ്. താങ്ക് യു കൽപ്പന ചേച്ചി. ആസിഫ് ബച്ചൻ സർ, നല്ല നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ചും ആ BGM ഞങ്ങൾക്കിവിടെ ഹെഡ്ഫോണിൽ ഓർക്കസ്ട്ര കേൾക്കുമ്പോൾ നിങ്ങളെന്തോ സംസാരിക്കുന്ന മാതിരി തോന്നിയാൽ ശരി. ഞാൻ ഹെഡ്ഫോൺ എടുത്തു നോക്കി, നിങ്ങൾ ശരിക്കും എന്തോ പറയാണ്. പക്ഷേ പിന്നീട് മനസ്സിൽ നിങ്ങൾ അഭിനയിക്കുകയാണെന്നുള്ളത്. BGM പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇറ്റ് വാസ് എ വെരി നൈസ്, വളരെ നന്നായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ് ഹമ്മിങ് ശ്രുതി ചേർന്നില്ല. സ്റ്റാർട്ട് ചെയ്തത് ആലാപനം ഫസ്റ്റ് അഭിലാഷിൻ്റെ ശ്രുതി ചേർന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അതങ്ങനെ കുറച്ചും കൂടെ ഇടയ്ക്ക് ചേരും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രുതിയിൽ നിന്ന് ഷാർപ്പ്, ഫ്ലാറ്റ് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നു. കൺസിസ്റ്റൻസി പിച്ച് വന്നു. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. യുവർ വോയിസ്, ശബ്ദം നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പ്രിയ സഖി എന്ന് വിളിച്ച സ്ഥലത്ത് കൈ വിട്ടുപോയി, തൊണ്ടയൊക്കെ ഇടറിപ്പോയി. ശരിക്കും ഡ്രൈ ആയിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ആ ഇമോഷണൽ ബ്രേക്കാണെന്ന് വിചാരിച്ചു. അത്രയും നന്നായിരുന്നു. അമ്പിളിയുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ നന്നായിരുന്നു കേട്ടോ. നല്ല ചിരിച്ച് പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രുതി ചേർക്കണം. ശ്രുതി, അതാണ് മെയിനായിട്ടൊരു പ്രോബ്ലം ഞാൻ കാണുന്നത് അമ്പിളിയുടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അബി ആൻഡ് അമ്പിളി നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു ടോട്ടൽ. പിന്നെ ചേച്ചി പറഞ്ഞ മാതിരി ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. എനിക്ക് ഒരു കാര്യം, വിത്ത് പെർമിഷൻ, ഐ തോട്ട് മേ ബി ഒരു കസവ് മുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ചേർച്ച ഉണ്ടാവാമായിരുന്നു. അത് മാത്രം എനിക്കൊന്ന് തോന്നി. സിംഗിങ് വൈസ് ഞാൻ ആദ്യം അബീനെ പറ്റി പറയാം. വൈഡൂര്യം അതൊന്ന് മോഹന വൈഡൂര്യം ഇറ്റ്സ് മച്ച് ബെറ്റർ. കുറച്ചും കൂടി ഒരു ഫ്ലോർ മോഹന വൈഡൂര്യം നീ മച്ച് ബെറ്റർ. അത് ഈ വൈഡൂര്യം എവിടെയും വന്നില്ല. പിന്നെ അതർവൈസ് അബിയുടെ വോയിസിൽ നല്ലൊരു ഫീൽ ഉണ്ട്. ദാറ്റ് റിയലി എസ്പെഷ്യലി അതൊക്കെ വളരെ നല്ല ഒരു ഫീലായിരുന്നു. പിന്നെ പറഞ്ഞു നീ ലാസ്റ്റ് വളരെ നന്നായിരുന്നു. ആ ഹൈ പിച്ചിൽ പോയത് നല്ല ശ്രുതിയോടുകൂടി വളരെ ഭംഗിയായി യു സാങ്. ഗുഡ് പെർഫോമൻസ് അഭിലാഷ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദീസ് സ്മോൾ പോയിന്റ്സ്. അമ്പിളി നന്നായി പാടി. നല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ കാഷ്വൽ ആൻഡ് വെരി ആ പാട്ടിനൊത്ത് ചേർന്ന എക്സ്പ്രഷൻസ് ആയിരുന്നു. പക്ഷെ അത് പാട്ടിലോട്ട് അത് ശരിക്കും വന്നില്ല. ബിക്കോസ് ഏതോ ഒരു പാട്ടിലൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. സോ ഐ തോട്ട് യു കുഡ് ഹാവ് സങ് ലിറ്റിൽ ബെറ്റർ. യു ആർ ലുക്കിംഗ് വെരി നൈസ്. ബിക്കോസ് അവിടെ ഇവിടെയൊക്കെ ശ്രുതി ഉറങ്ങും, ഉമ്മകൾ മെല്ലെ ഉണർത്തി
അവിടെയൊക്കെ കുറച്ച് ശ്രുതിയുടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് ആൻഡ് ലിറ്റിൽ മോർ പ്രാക്ടീസ് ക്യാൻ മേക്ക് യു എ ബെറ്റർ സിംഗർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.